അങ്ങേയറ്റം ലജ്ജാകരമാണ്. അൻവർ പോരാളിയല്ല, അൻവർ പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങളുടെ തേരാളിയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അൻവറിന്റെ കളി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ചാരി നിന്നുകൊണ്ട് വേണ്ട. മുഹമ്മദ് റിയാസിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു. ആരാണ് മുഹമ്മദ് റിയാസ്? അൻവറിന്റെ വലിയ പാരമ്പര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പാരമ്പര്യമെല്ലാം കയ്യിൽ വെച്ചാൽ മതി. 100 വർഷത്തെയും 150 വർഷത്തെയും കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് ഇവിടെ ജനാധിപത്യപരമായ നിലയിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി ഉറച്ച പ്രത്യയശാസ്ത്ര ദൃഢതയോടുകൂടി നിൽക്കുന്ന ആളെ അപമാനിക്കാൻ നോക്കുകയാണോ? മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥി കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതം. അദ്ദേഹം ഇപ്പോ 2021 മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് വിവാഹം നടന്നു, നമുക്കറിയാം. അത് 2021 അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്നത് ഏത് വർഷമാണെന്നറിയോ? 2009 ലോക്സഭയിൽ അദ്ദേഹം മത്സരിക്കുന്നത്. അതിനു മുന്നേയും കോഴിക്കോട് കോർപ്പറേഷനിൽ പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി, മേഖലാ സെക്രട്ടറി, DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എന്നീ പദവികൾ അലങ്കരിച്ചിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റായ ആൾ വേറെയുണ്ടോ? അപ്പൊ അത് എല്ലാ നിലയിലും പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരാളെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആരുടെ ഉപദേശപ്രകാരമാണ് ഇതിനെല്ലാം അൻവർ തുനിഞ്ഞത് എന്ന് നല്ലവണ്ണം ഓർത്തോളണം. ആരുടെ ഉപദേശപ്രകാരമായാലും ഇതെല്ലാം ആരെയാണ് സഹായിക്കുന്നത് എന്നും ഓർക്കണം. RSS ആണ് ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. RSSന് കേരളത്തിൽ ഒരു ലക്ഷ്യമുണ്ട്: കേരളത്തെ തകർക്കുക, കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്ന RSSന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ലക്ഷ്യം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് മറുനാടൻ മലയാളിയെ പോലെയുള്ള മഞ്ഞ പത്രങ്ങൾ ഇവിടെ CPMനെതിരായിട്ട്, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായിട്ട് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പൊ മറുനാടൻ മലയാളി ഉപയോഗിക്കുന്ന ഭാഷയിലാണ്, അതിനേക്കാൾ തരംതാണ ഭാഷയിലാണ് അൻവറിന്റെ ഇന്നലത്തെ ആരോപണം. അങ്ങേയറ്റം ലജ്ജാകരമാണ്. അൻവർ പോരാളിയല്ല, അൻവർ പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങളുടെ തേരാളിയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അൻവറിന്റെ കളി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ചാരി നിന്നുകൊണ്ട് വേണ്ട. ഇപ്പൊ അൻവർ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പ്രതീതി? ഞാൻ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾക്കെല്ലാം എതിരായി പോരാടുന്നു. സ്വാഭാവികമാണ്. എന്താണ് പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ? അത് ഭരണകൂടത്തിന്റെ മർദ്ദന സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് ആ നിലയിൽ വിശദീകരിച്ചാൽ ആ നിലയിൽ തന്നെ കാണേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് പല വിധത്തിൽ എതിർപ്പുകളൊക്കെ ഉണ്ടാവും. ആ എതിർപ്പുകളെ മുൻനിർത്തി താൻ ഉന്നയിക്കുന്ന ഒരു തെറ്റായ കാര്യത്തിന് സാധൂകരണം കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ കുറെ ആളുകൾ പോലീസിനെതിരായിട്ട് അൻവർ പറയുന്നു,